മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം മോറൽ, സ്പിരിച്വൽ, ഇൻ്റലക്ച്വൽ, അങ്ങനെ ഒത്തിരി ആസ്പെക്റ്റുകളിൽ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ വ്യാപരിക്കേണ്ടതുണ്ട്. അപ്പം ഒരു എക്കണോമിക്കലായിട്ടുള്ള വേണം, സോഷ്യലായിട്ടുള്ള വേണം, സ്പിരിച്വലായിട്ടുള്ളത് വേണം. എല്ലാ തരത്തിലും മനുഷ്യന്മാർക്ക് ആവശ്യമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസിക് വിഷയം. സ്പിരിച്വൽ കോഷ്യൻ്റ്, ഇപ്പോൾ പല കോഷ്യൻ്റുകളെ നമ്മൾ നോക്കുമ്പോൾ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് നോക്കുന്നുണ്ട്, ഇമോഷണൽ കോഷ്യൻ്റ് നോക്കുന്നുണ്ട്, സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലുള്ള അഗാധമായ വിശ്വാസം, അതായത് പ്രപഞ്ചം നമുക്ക് നന്മയായിട്ടാണ് കാര്യങ്ങൾ വരുത്തുന്നത്, അഥവാ തിന്മയാണെങ്കിൽ അത് നന്മയായി തീരും എന്നൊക്കെ ഉള്ളതാണ് സ്പിരിച്വൽ കോഷ്യൻ്റ്. ഏത് പ്രതിസന്ധികളിലും സ്പിരിച്വൽ കോഷ്യൻ്റ് ഉള്ളവർ ആ രീതിയിൽ പിടിച്ചു നിൽക്കും. അവർക്ക് എന്ത് പ്രതിസന്ധി കിട്ടാൻ വന്നാലും ഒരു ആത്മഹത്യക്കൊന്നും തുനിയുകയില്ല. അവർ ഒരു നന്മയുണ്ടെങ്കിൽ ഒരു തിന്മ കുറക്കാണ്, ഒരു കറുപ്പിനൊരു വെളുപ്പുണ്ടെന്നൊക്കെ വിശ്വാസമുള്ളതാണ് സ്പിരിച്വൽ കോഷ്യൻ്റ്. അപ്പോൾ അതായത് ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ നേച്ചർ. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടുണ്ടാവും, വെളിച്ചം ഉണ്ടാവും. ഇതെല്ലാം ലൈഫിൻ്റെ ഒരു പ്രധാന ഇഷ്യൂ ആണെന്ന് നമുക്ക് പറ്റും. അതാണ് സ്പിരിച്വൽ കോഷ്യൻ എന്ന് പറയുന്നത്. ഇമോഷണൽ കോഷ്യൻ എന്ന് വെച്ചാൽ വൈകാരിക പക്വത എന്ന് പറയും. അതൊരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ പ്രതികരിക്കണം, അത് എങ്ങനെ പറയണം, ഇതൊക്കെ നമുക്ക് വൈകാരിക പക്വതയാണ്. വൈകാരിക പക്വത എല്ലാത്തിലും വളരെയധികം വഴക്കുണ്ടാക്കും. ചിലപ്പോൾ വൈകാരിക പക്വതയുള്ള ആളാണെങ്കിൽ അത് അസർട്ടീവായിട്ട് പറയും, അഗ്രസീവായിട്ട് പറയത്തില്ല. അഗ്രസീവും അസർട്ടീവുമായിട്ട് പറയാം, അല്ലെങ്കിൽ സബ്മിസീവായിട്ടും പറയാം. ഇതൊക്കെ വൈകാരിക പക്വതയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിന് തന്നെ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ IQ എന്ന് പറയുന്നത് നമുക്ക് 150 IQ ആവാം, വളരെ ഹൈ IQ ആവാം ഐൻസ്റ്റീനെ പോലെ. പക്ഷേ നമുക്ക് EQയും SQയും കുറവാണെങ്കിൽ നമുക്കൊരു ജോലി സ്ഥലത്ത് അധികം നാളെ നിൽക്കാനൊന്നും നോക്കത്തില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പല പഠനങ്ങളും പറയുന്നത് ഹൈ IQ ഉള്ളവരല്ല ജീവിതത്തിൽ പിന്നീട് വിജയിക്കുന്നത്. ഒരു മോഡറേറ്റ് IQ, ഒരു 110, 120 IQ ഒക്കെ ഉള്ളവരാണ് ജീവിതത്തിൽ പിന്നീട് ഏറ്റവും മില്യനേഴ്സ് ആവുന്നു, പണക്കാരാവുന്നു. ഹൈ IQ ഉള്ളവരെയൊക്കെ വർഷങ്ങളായിട്ട് അവർ 1938 മുതൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ പാസ് ഔട്ടായ സ്റ്റുഡൻസിനെ തന്നെ കഴിഞ്ഞ് ഈ നിമിഷം വരെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈ IQ ഉള്ളവർ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. പക്ഷേ IQ ഒരു ആവറേജ് ആണെങ്കിലും EQയും SQയും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഏറ്റവും സമ്പന്നന്മാരാകുന്നവരും ഏറ്റവും സന്തോഷവാന്മാരാകുന്നവർക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പഠനങ്ങൾ നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കെപ്പോഴും ഒരു മിഡിൽ പാത്താണ് നമുക്ക് നല്ലത്. പലപ്പോഴും ഹൈ പാത്തുകളും ലോ പാത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മിഡിൽ പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു മിഡിൽ പാത്തിൽ പോകുന്നവർക്കാണ് ജീവിതത്തിൽ എപ്പോഴും സക്സസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യാനും വേണ്ടി സ്പിരിച്വൽ കോഷൻ ഞാൻ പറഞ്ഞു, ഇരുട്ടുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജീവിതത്തിൽ എങ്ങനെയാണ് മരണമുണ്ട്, ദുഃഖമുണ്ട്, രോഗമുണ്ട്, അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ മറുവശങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നിലും അമിതമായിട്ട് ആനന്ദിക്കുകയോ അമിതമായിട്ട് അല്ലെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യാത്ത ഒരു സന്യാസി വരേൻ്റെ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നത്. തിങ്ക് ലൈക്ക് എ മങ്ക് എന്നൊക്കെ പറയും. ഇങ്ങനെ പോകുന്നവർക്കാണ് ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളെ നേരിടാനും സന്തോഷകരമായിട്ട് പോകാനുള്ളത്. ചുറ്റി നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ പോയെന്നിരിക്കും. പക്ഷെ എന്നാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ത്വരയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരായിരിക്കും. അങ്ങനെയുള്ള മനസ്സ് വളർത്തിയെടുക്കുവാനായിട്ടാണ് സ്പിരിച്വൽ കോഷ്യൻ്റ് വളർത്തണം, EQ വളർത്തണം, ഒപ്പം IQ ഉണ്ടായിരിക്കണം. തീരെ IQ കുറയുന്നത് നല്ലതല്ല. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സമ്മിശ്ര